നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പറന്നുയർന്ന വിമാനം അത് അടിയന്തരമായി തിരിച്ചിറക്കുക, അത് പല ഘട്ടങ്ങളിലും അങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും അപകടകരമായ രീതിയിലേക്ക് വിമാനം നീങ്ങുന്ന സാഹചര്യങ്ങളായിരിക്കും ഇത്തരത്തിൽ വിമാനം തിരിച്ചിറക്കുന്നത്. എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. പറന്നുയർന്ന വിമാനത്തിന്റെ കോക്പിറ്റിൽ പുക ഉയർന്നു. ഇതേ തുടർന്ന് വിമാനം തിരിച്ചുവിട്ടു. അമേരിക്കൻ ഐക്യനാടുകളിലെ സംസ്ഥാനമായ ഹവായിയുടെ തലസ്ഥാനമായ ഹോണോലുലുവിലേക്ക് പുറപ്പെട്ട ഹവായിയാൻ എയർലൈൻസിന്റെ വിമാനമാണ് സിയാറ്റിലേക്ക് ഇത്തരത്തിൽ തിരികെ പറന്നത്. വിമാനത്തിന്റെ കോക്പിറ്റിൽ പുക ഉയർന്നു. ഇത് റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നീക്കം അധികൃതർ സ്വീകരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു എയർബസ് A330 സിയാറ്റിൽ ടാക്കോമ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടത്. 273 യാത്രക്കാർ, 10 ജീവനക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. ഹോണോലുലുവിലെ ഡാനിയൽ കെ ഇനോയി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കായിരുന്നു വിമാനം ലക്ഷ്യം വെച്ച് യാത്രയായത്. പിന്നീട് കോക്പിറ്റിൽ പുക കണ്ടു. സംഭവത്തിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം നടത്തി. ക്യാപ്റ്റൻ അടിയന്തര സാഹചര്യം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ തിരികെ സിയാറ്റിൻ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ അഗ്നിശമന സേനയും മെഡിക്കൽ സംഘവും വിമാനത്തിന് സമീപമെത്തി. മുൻകരുതൽ എന്ന നിലയിൽ ഉടൻ തന്നെ യാത്രക്കാരെയെല്ലാം വിമാനത്തിൽ നിന്ന് സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു. തുടർന്ന് പോർട്ട് ഓഫ് സിയാറ്റിൽ ഫയർ വിഭാഗം വിമാനത്തിൽ പരിശോധന നടത്തി. എന്നാൽ അപ്പോൾ നടത്തിയ പരിശോധനയിൽ പുകയോ മറ്റ് മണമോ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഇടയ്ക്കായിരുന്നു വിമാനത്തിനുള്ളിൽ മലയാളി പുക വലിച്ച് അറസ്റ്റിലായത്. അബുദാബിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിന്റെ ശുചിമുറിയിൽ സിഗരറ്റ് വലിച്ച മലയാളി. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ണൂർ സ്വദേശിയാണ് ഇത്തരത്തിൽ പുക വലിച്ചത്. ശുചിമുറിയിൽ നിന്ന് സിഗരറ്റിന്റെ മണം വന്നതോടെ ജീവനക്കാർ പരിശോധിച്ചു. സിഗരറ്റ് കുറ്റി കണ്ടെത്തി. പുക വലിച്ചെന്ന് പ്രതി സമ്മതിച്ചു. വിമാനത്തിൽ സിഗരറ്റ് വലിക്കരുതെന്ന് അറിയില്ല എന്നായിരുന്നു പ്രതിയുടെ പ്രതികരണം. പോക്കറ്റിൽ നിന്ന് 6 സിഗരറ്റ് കണ്ടെടുത്തു. വിമാനം ഇറങ്ങിയതിനു ശേഷം തുടർ നടപടികൾക്കായി സുരക്ഷാ ജീവനക്കാർക്ക് യുവാവിനെ കൈമാറി. തുടർന്ന് സഹാർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. കേസെടുത്ത് നോട്ടീസ് നൽകി വിട്ടയച്ചു. 4 മാസം മുൻപാണ് പ്രതി അബുദാബിയിലേക്ക് പോയത്. അതേസമയം വിമാനത്തിൽ പുകവലിച്ച് മധ്യവയസ്കൻ അറസ്റ്റിലായ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. മസ്കറ്റിൽ നിന്ന് മുംബൈയിലേക്കുള്ള വിസ്താര വിമാനത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. വിമാനത്തിന്റെ ശുചിമുറിയിൽ വെച്ചായിരുന്നു മധ്യവയസ്കൻ പുകവലിച്ചത്. ബാലകൃഷ്ണ രാജയ്യൻ എന്ന വ്യക്തിയാണ് പിടിയിലായത്. 51 വയസ്സുള്ള വ്യക്തിയാണ് അറസ്റ്റിലായത്. സ്മോക്ക് ഡിറ്റക്ടറിന്റെ സഹായത്തോടെയാണ് ഇയാൾ ശുചിമുറിയിൽ വെച്ച് പുകവലിച്ചത് പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പൈലറ്റ് ഇക്കാര്യം ക്യാബിൻ ക്രൂവിനെ അറിയിച്ചു. അങ്ങനെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ശുചിമുറിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു സിഗരറ്റ് ബഡ് കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. മുംബൈയിൽ വിമാനമിറങ്ങിയ ശേഷം ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഗ്രൗണ്ട് സുരക്ഷാ സൂപ്പർവൈസറെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.